വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35 അധ്യായം 1 വാക്യം. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെയാകും. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെയാകും. നമ്മുടെ ജീവിതത്തിൻ്റെ നടുവിൽ നമ്മെ ഉപയോഗമില്ലാത്തവരായി മുദ്ര കൊത്തി മാറ്റി നിർത്തിയ ചില സാഹചര്യങ്ങൾ നമുക്കുണ്ട്. അത് നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, സ്കൂളിലായിരിക്കാം, കോളേജിലായിരിക്കാം. നിനക്ക് കഴിയയില്ല, കഴിവില്ല, സൗന്ദര്യമില്ല, സാമ്പത്തികമില്ല, ഒരു ഉപയോഗമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ചില സാഹചര്യങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി നിന്റെ ജീവിതത്തിലുണ്ട്. എങ്കിൽ നിങ്ങൾ ഉപയോഗമുള്ളവരായി മാറുവാൻ പോകുകയാണ്. വിശ്വസിക്കുക, നിങ്ങൾ ഉപയോഗമുള്ളവരായി മാറുവാൻ പോകുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35:1 ഇങ്ങനെ പറയുന്നു: മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. എന്താണ് ഈ വരണ്ട നിലം? നമ്മുടെ ജീവിതത്തിന്റെ നടുവിൽ ചില മേഖലകളിലൊക്കെ നമ്മുടെ ജീവിതം വരണ്ട നിലത്തിന് സമമായി തീർന്നിരിക്കുന്നൊരു സാഹചര്യം. സാമ്പത്തിക മേഖല വരണ്ട നിലമായി മാറി, വിദ്യാഭ്യാസ മേഖല വരണ്ട നിലമായി മാറി, സമാധാനമില്ലാതെ അസമാധാനം നിറഞ്ഞ ഒരു നിലം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്നുമാറിയുള്ള പ്രശ്നങ്ങളുണ്ട്. ഉപയോഗമില്ല എന്ന് പറഞ്ഞ് മുദ്ര കുത്തി മാറ്റി നിർത്തി എത്രയോ അനുഭവങ്ങൾ, ഒന്നുമാറിയുള്ള പരാജയങ്ങൾ. എങ്കിൽ ഇവിടെ പറയുന്നിങ്ങനെയാണ്: ഈ വരണ്ട നിലത്തിന്റെ അനുഭവത്തിലും നിങ്ങളുടെ ജീവിതത്തിന്റെ നടുവിൽ ഒരു ആനന്ദമുണ്ടാകുവാൻ പോകുകയാണ്. നിങ്ങളെ ഒറ്റപ്പെടുത്തിയോ, തള്ളിക്കളഞ്ഞോ, കഴിവില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയോ, അതിൻ്റെ നടുവിൽ അവരുടെ മുൻപിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ മരുഭൂമിയുടെ അവസ്ഥകൾ, വരണ്ട നിലത്തിൻ്റെ അനുഭവങ്ങൾ, ഉപയോഗമില്ലാത്ത അനുഭവങ്ങൾ, ഫലമില്ലാത്ത അനുഭവങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ സമയം ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാണ്. അതിനെന്ത് ചെയ്യണം? യേശുവിനെ നാം സ്വീകരിക്കണം. നിന്റെ ജീവിതത്തിനെ മാറ്റുവാൻ യേശുവിന് കഴിയുമെങ്കിൽ നിന്നെ യേശുവിലേക്ക് നൽകുക. നിന്റെ ജീവിതം മാറും. നിന്റെ നാളകൾക്ക് മാറ്റം വരും. ഇന്നലകൾ എന്തു ആയിക്കോട്ടെ, ഇന്നും എന്തു ആയിക്കോട്ടെ, നാളകൾക്ക് നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. യേശുവിൽ നിന്നെ തന്നെ സമർപ്പിക്കുക. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.